ഹലോ നമസ്കാരം. നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പഠിക്കാം. എങ്ങനെയാണ് ഒരു ബിസിനസ് മാർക്കറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സെക്കൻഡ് സെമ്മത്തെ ഒരു സബ്ജക്റ്റാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും സ്റ്റുഡൻസ് ആയിട്ട് ഈ ടോപ്പിക്ക് കേൾക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഓൺടർപ്രണർ ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളൊരു ഓർഗനൈസേഷൻ മാർക്കറ്റ് ചെയ്യണം. അതായത് ബാക്കിയുള്ള ബിസിനസ്സുകളിൽ നിന്നും സെയിൽ കൂട്ടണം, പ്രോഫിറ്റ് കൂട്ടണം. ആ ഒരു മോട്ടീവിൽ കാണാം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എക്സാം പാസ്സാവാനും പറ്റും. മനസ്സിലായില്ലേ? ഞാൻ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് പറഞ്ഞു പോവാണ്. ആദ്യം മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. കാരണം നിങ്ങൾ നമ്മളൊരു ബിസിനസ് എൻവയോൺമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് വെക്കുന്ന ഒരു മൊബൈൽ ഷോപ്പ് തന്നെ 10 ഉണ്ടാവും, അല്ലെങ്കിൽ വെജിറ്റബിൾ ഷോപ്പ് 10 ഉണ്ടാവും, ടെക്സ്റ്റൈൽസ് 100 ഉണ്ടാവും. അങ്ങനെ ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്. അവിടെ നമ്മളെങ്ങനെ യുണീക്കായിട്ട് നിൽക്കുന്നുണ്ട്, ഈ യുണീക്നെസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് മാർക്കറ്റിംഗ്. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞുതരാം. ഡെഫിനിഷൻ വരുന്നത്, മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ്, കീപ്പിംഗ്, ഗ്രോയിങ് കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിനെ ഗെറ്റ് ചെയ്യണം, നമ്മളെ കൂടെ നിർത്തണം, അത് ഗ്രോ ചെയ്യണം. ഇനി എങ്ങനെയെന്നുള്ളതല്ലേ? ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് കസ്റ്റമർ സുപ്പീരിയർ വാല്യൂസ്. കസ്റ്റമേഴ്സിന് വാല്യൂസ് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മളെ പ്രൊഡക്റ്റിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് ഡെലിവറി ചെയ്യുന്നതിലൂടെ കസ്റ്റമറെ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഈ കൺസെപ്റ്റ് ഉണ്ട്, ഒരു എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത് കൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആയിരുന്നു ആദ്യം. എങ്ങനെയെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കുന്നു ആദ്യം, ആളുകൾക്ക് ആവശ്യസാധനം കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതെന്തായി? പ്രൊഡക്റ്റായി, പിന്നെ അത് സെല്ലിംഗ് ആയി, മാർക്കറ്റിംഗ് ആയി, സൊസൈറ്റിയിലായി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആകുന്ന ഒരു PDF എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ തീര് നോക്കിയൊക്കെ മനസ്സിലാവും. അങ്ങനെ ഒരു എവല്യൂഷൻ നടക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ടല്ല മെയിനായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ അടുത്തൊരു ടോപ്പിക് ഉണ്ട്, എന്ന് വെച്ചെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഓൺടർപ്രണറായിട്ടോ ബിസിനസ്മാൻ ആയിട്ടാണ് വീഡിയോ കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു 4 P's ഉണ്ടാവും. പീസ് എന്ന് വെച്ചെങ്കിൽ ഞാൻ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെയാണ് പ്രൊഡക്റ്റ്. ഇപ്പം നിങ്ങളൊരു ബിസിനസ്സുകാരാണ്, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ, അതെന്തോ ആയിക്കോട്ടെ, അത് സർവീസ് ആവാം, അല്ലെങ്കിൽ ഗുഡ്സ് ആവാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഫോക്കസ്ഡ് ആവണം. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു വെജിറ്റബിൾ ഷോപ്പാണ് ചോദിച്ചിട്ടെ, വെജിറ്റബിൾ ആണ്, വെജീസ് ആക്കാരം നിങ്ങളുടെ പ്രൊഡക്ട്സ്. അതിൽ എത്രത്തോളം ക്വാളിറ്റി, അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ്, അതൊക്കെയാണ് നിങ്ങളെ കൺട്രോളുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആവണം. അതിനെക്കുറിച്ച് കറക്റ്റ് അവയർനെസ് ഉണ്ടാവണം നിങ്ങളുടെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട്. സെക്കൻഡ് വരാണ് പ്രൈസ്. പ്രൈസ് വെച്ചെങ്കിൽ എന്താ, നമുക്ക് എത്ര കസ്റ്റമർ റെഡി ആവും, കസ്റ്റമർ പേ ചെയ്യാൻ എത്രത്തോളം റെഡി ആവും എന്നുള്ളതാണ് പ്രൈസിങ്. അതിൻ്റെ സ്ട്രാറ്റജീസ് അത് നിങ്ങൾ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ കമ്പനി ഞാൻ പറഞ്ഞ ഒരു ഓൺടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഐഡിയ വേണം. പ്രൈസിനെ കുറിച്ചിട്ടും, മാർക്കറ്റിൽ ബാക്കിയുള്ള സെല്ലേഴ്സ് എത്ര പ്രൈസ് ചെയ്യുന്നത്, എത്ര പ്രൈസ് ഇട്ട ആളുകൾ വാങ്ങും, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഐഡിയ വേണം. മൂന്നാമത് വരുന്നതാണ് പ്ലേസ്. നമ്മൾ എവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്, എത്ര ആളുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്, ഈ ഒരു പ്ലേസ്. അതിപ്പോൾ നിങ്ങൾ പാലക്കാടോ കോഴിക്കോടോ കേരളം മൊത്തം, അങ്ങനെ നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന പ്ലേസും ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നാലാമത്തെ വരുന്നത് പ്രൊമോഷൻ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ സംഭവങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രൊമോഷൻ. അതായത് 4 P's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയണം, നിങ്ങളുടെ പ്രൈസിനെ കുറിച്ചിട്ട് അറിയണം, നിങ്ങൾ പ്ലേസിനെ കുറിച്ചിട്ട് അറിയണം, നിങ്ങളുടെ പ്രൊമോഷനെ കുറിച്ചിട്ട് അറിയണം. ഇപ്പം നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യുക വീഡിയോ, എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ടീഷർട്ട് വെൻഡേഴ്സോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പോ അല്ലെങ്കിൽ എന്തോ ഒരു ബിസിനസ് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക, റിയൽ ലൈഫിൽ വിചാരിക്കുക, എൻ്റെ പ്രൊഡക്റ്റ് ഇതാണ്. ഈ ഒരു 3 എക്സാമ്പിൾ നിങ്ങളൊന്ന് എഴുതി വെക്കും. അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇനി നിങ്ങൾ ഇത് 4 P's ആണ്. ഇനി പുതിയൊരു മോഡേൺ മാനേജ്മെൻറ്റിൽ 3 കൂടി അഡീഷണൽ വരുന്നുണ്ട്. പീപ്പിൾസ്, പ്രോസസ്സ്, ഫിസിക്കൽ എവിഡൻസ് എന്നുള്ളത്. പീപ്പിൾസ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ്, സെയിൽസ് പേഴ്സൺ, അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സ്, നമ്മൾ എങ്ങനെയാണ് സർവീസ്, എങ്ങനെയാണ് ആ പ്രോസസ്സ്, സപ്ലൈ ചെയിനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. ഫിസിക്കൽ എവിഡൻസ്, നമ്മളുടെ ബ്രൗഷർ, നമ്മളുടെ ഷോപ്പിൻ്റെ എൻവയോൺമെൻറ്റ്, ഈ കാര്യങ്ങളോടും വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും, 4 P's എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും, സംശയം ഉണ്ടെന്നറിയില്ല. ഇനി മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഒക്കെ ഇതാണ്. നിങ്ങൾക്ക് തന്നെ അറിയുന്നത്, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്കുള്ള ബെനിഫിറ്റ് എന്തൊക്കെ കാരണം, ഒന്ന് സെയിൽ കൂട്ടാൻ പറ്റും, ഒന്ന് മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ബ്രാൻഡിങ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ബ്ലാ ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടാവും. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ഒരു കച്ചവടക്കാരന് മാർക്കറ്റ് ഇതുവരെ സെയിൽ എടുക്കുന്നുണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതാണ്, നമ്മൾ എപ്പോൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു കസ്റ്റമറാണ് കിങ്. അപ്പോൾ കസ്റ്റമർ നമ്മളെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് സാധനം മേടിക്കുക. ഇപ്പം നിങ്ങളൊരു ഫോൺ മേടിക്കണമെങ്കിൽ നേരെ പോയിട്ട് മേടിക്കുകയാണോ ചെയ്യുക? അല്ല, അതിനൊരു പ്രോസസ്സ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കസ്റ്റമർ പെർസ്പെക്റ്റീവ്, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ കൂടി ഒരു കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക കേട്ടോ. ഫസ്റ്റ് ചെയ്യുക, അയാൾ എന്താ വെച്ചെങ്കിൽ ഒരു പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യുക. ഇപ്പോൾ ഫോൺ എനിക്ക് എൻ്റെ ക്യാമറയിൽ സ്പേസ് ഇല്ല, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൽ സ്പേസ് ഇല്ല, വീട്ടിൽ പെട്ടെന്ന് സ്റ്റോറേജ്. അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്തു, സ്റ്റോറേജ് ഇല്ല എന്നുള്ളതാണ്. സെക്കൻഡ് വരുന്നതാണ് ഇൻഫർമേഷൻ സെർച്ച്. അപ്പോൾ എനിക്ക് എത്ര
എത്ര എന്താ പറയുക, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ഇൻഫർമേഷൻ. എനിക്ക് ഏത് ഫോൺ വാങ്ങണം, എത്ര സ്റ്റോറേജ് വാങ്ങണം, എത്ര സ്റ്റോറേജുള്ള സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ കണ്ടെത്തലാണ്. അപ്പോൾ ഞാൻ നോക്കുകയാണ് S23, S24, S25 എത്ര സ്റ്റോറേജ് ഉണ്ട്, iPhone 60 Pro Max എത്ര സ്റ്റോറേജ് ഉണ്ട്. ഈ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യലാണ് മൂന്നാമത്തെ പ്രോസസ്, ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. മൂന്നാമത്തെ പ്രോസസ് ക്ലിയർ ആയില്ല. ഫസ്റ്റ് എന്താണ് പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്തു, സെക്കൻഡ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തു, മൂന്നാമത്തെ ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേഷൻ ചെയ്തു, ദെൻ അടുത്താണ് പർച്ചേസ് ഡിസിഷൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി 16 Pro Max ക്യാമറയും ഉള്ള സ്റ്റോറേജ് 1 TB എടുക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ഫുൾ ആവില്ല, ഈ ഒരു പ്രോസസ്സ്. ദെൻ ലാസ്റ്റ് ആണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. മേടിച്ചതിന് ശേഷം എനിക്കൊരു ബിഹേവിയർ ഉണ്ടാവും. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോഴും കസ്റ്റമർ ഈ 5 പ്രോസസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ ഓരോ പ്രോസസ്സിലും നിങ്ങൾ എങ്ങനെയാണ് കസ്റ്റമറെ കൺവിൻസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അതിനാണ് നിങ്ങൾ ഈ സബ്ജക്റ്റിൽ ഈ ടോപ്പിക്ക് പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സാധനം മേടിക്കുമ്പോൾ കുറച്ച് ആളുകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൽ വരുന്ന ആളാണ് ഇനീഷ്യേറ്റർ. ഈ നല്ല ഫോണുണ്ട്, ഈ വാങ്ങിക്കോ എന്ന് പറയില്ലേ. ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഡിസൈഡേഴ്സ് ഉണ്ട്, ബയ്യേഴ്സ് ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്. ഇത്രയും ആളുകളാണ് നമ്മൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ ആകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആളുകൾ കേട്ടോ. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. എല്ലാവരും ഫെയിൽ ആവുന്നതും ഈ ഒരു സംഭവം അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങൾ അറിയേണ്ട STP ഉണ്ട്. STP, എസ് എന്ന് പറഞ്ഞാൽ എന്താ, സെഗ്മെൻറ്റേഷൻ. ആരാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ചെർപ്പളശ്ശേരി, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചെർപ്പളശ്ശേരിൻ്റെ വീട്, അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു മെൻസ്വെയർ ഷോപ്പിൻ്റെ കസ്റ്റമർ സെഗ്മെൻറ്റ് എന്നുള്ളത് ആ നാട്ടിൽ ഒരു 18 അല്ലെങ്കിൽ 15 to 30 വയസ്സ് വരെയുള്ള യൂത്ത് ആയിട്ടുള്ള മെൻസ്വെയർ ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറി ആളുകളാണ് എൻ്റെ സെഗ്മെൻറ്റ്. നമ്മൾ ടോട്ടൽ ചെർപ്പശ്ശേരി വരുന്ന ആളുകൾ ഈ വയസ്സുള്ള ആളുകളല്ലോ. 30 വയസ്സിനുള്ള മോളുകളുണ്ടാവും, ആളുകളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും, പല ഏജ് ഉണ്ടാവും, പല ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അങ്ങനെ ഒരു മാസീവായിട്ടുള്ളൊരു മാർക്കറ്റിനെ ചെറിയ ചെറിയ സബ്സെറ്റ് ആക്കിയിട്ട് ഗ്രൂപ്പ് ആക്കുന്നതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യാന്നറിയാം. ക്ലിയർ ആയോ? അതായത് ഒരു ടോട്ടൽ മാർക്കിൽ ഒരു ചെർപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ വലിയൊരു മാർക്കിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അതിനെ സബ്സെറ്റ് ആക്കുക. അതാണ് എസ് വരുന്നത്. ഇനി T എന്ന് പറഞ്ഞാൽ ടാർഗറ്റിംഗ്. അതായത് നമ്മൾ ആ സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, സെലക്ട് ദ മോസ്റ്റ് അട്രാക്റ്റീവ് സെഗ്മെന്റ് ടു സർവ്. ആർക്കാണോ എന്നുള്ളത്. ഇപ്പം ഞാൻ ആ ഏജ് ഗ്രൂപ്പിനെ എടുത്തില്ലേ, അപ്പം അത് എടുക്കലാണ് ടാർഗറ്റിംഗ് എന്നുള്ളത്. പിന്നെ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും നമ്മളെ ബ്രാൻഡിനെ കുറിച്ചിട്ടും നമ്മളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡിസൈനിനെ കുറിച്ചിട്ടൊക്കെ നമ്മളെ പ്രൈസിനെ കുറിച്ചിട്ടൊക്കെ ആളുകളെ മൈൻഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ടൊയോട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിളിൻ്റെ കണ്ട് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആപ്പിൾ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണുള്ളത്. അപ്പം നെയ്ക്കിൻ്റെ എന്താ പറയുക ടിക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത് ആ പൊസിഷൻ ചെയ്തുകൊണ്ടാണ് അവർ. മനസ്സിലായോ? അപ്പോൾ STP എന്നുള്ള സ്ട്രാറ്റജി ക്ലിയർ ആയോ? STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റ് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, പൊസിഷൻ ചെയ്യുക. നിങ്ങളൊരു ബിസിനസ് ഓണർ ആട്ടോ, നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്ത് വെക്കുക. നിങ്ങൾ ആരെയും ടാർഗറ്റ് ചെയ്യണമെന്ന് എഴുതി വെക്കുക, നിങ്ങൾ എങ്ങനെയാണോ സെഗ്മെന്റ് ചെയ്യുന്നുള്ള എഴുതി വെക്കുക, എങ്ങനെയാണ് പൊസിഷൻ ചെയ്യാൻ പോകുന്നുള്ളത്. ക്ലിയർ ആണ് തോന്നുന്നുണ്ട്. ദെൻ അടുത്തതാണ് ബിസിനസ്സിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനൊരു ലൈഫ് സൈക്കിൾ, PLC. എല്ലാ പ്രൊഡക്റ്റിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിൽ മെയിനായിട്ട് 4 സ്റ്റേജ് ഉണ്ടാവുക. നമ്മുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ പീരീഡ് ഉണ്ടാവും. എല്ലാ ബിസിനസ്സും ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് സെയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തുണ്ടാവും, ഒരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അതുണ്ടാവും ഒരു മെച്യൂരിറ്റി ലൈൻ എത്തും, പിന്നെ ഒരു ഡിക്ലൈൻ ഉണ്ടാവും. ഞാൻ ആ ഒരു പിക്ചർ സ്ക്രീനിൽ കൊടുക്കുക, ഒന്ന് നോക്കി നോക്കുക. ഒരു PLC, അതായത് ഏത് പ്രൊഡക്റ്റും ചില പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യൂല, അത് ഡിക്ലൈനിക്ക് സമ്മതിക്കൂല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വിഫ്റ്റ്, മാരുതിൻ്റെ സ്വിഫ്റ്റ് എന്നുള്ള ഇത് ഓരോ ടൈപ്പ് 1 ടൈപ്പ് 2 ഇറങ്ങുകയാണെങ്കിൽ അവരിങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ആ മെച്യൂരിറ്റിന്ന് എന്ത് ചെയ്ത് ഡിക്ലൈൻ പോവാതെ അത് കണ്ടിന്യൂ ചെയ്ത് പോയി. ഒരു PLC 4 സ്റ്റേജുകളുള്ളത്. ഇൻട്രൊഡക്ഷന്, അതായത് സ്റ്റാർട്ടിങ് മാർക്കറ്റിൽ ഇറക്കുന്ന സമയം, പിന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവും, നന്നായി സെയിൽ ചെയ്ത് പോകണുണ്ടാവും, പിന്നെ ഒരു മെച്യൂരിറ്റി പോകും, പിന്നെ ഡിക്ലൈൻ പോകും. ക്ലിയർ ആണ് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത നിങ്ങൾ ഒരു ബിസിനസ് ഇപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മളെ മാർക്കറ്റിൽ ഇറക്കണം. ഇപ്പം നമ്മൾ ഇറക്കിയ പ്രൊഡക്റ്റ് വിജയിച്ചു, നിങ്ങളുടെ ബിസിനസ്സിൽ വിജയിച്ചു കേട്ടോ. ഇപ്പം നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് എടുക്കണതാണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, NPD എന്നുള്ളത്. അതിൽ ഒരു 7 സ്റ്റെപ്പാണ് വരുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ, നല്ലൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അതുവരെ പറഞ്ഞ ക്ലിയർ ആണെന്ന് ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കാം കേട്ടോ. NPD എന്ന് പറഞ്ഞ ന്യൂ പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യണം. സെക്കൻഡ് ഐഡിയ സ്ക്രീൻ ചെയ്യണം. നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്ത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയ ഐഡിയ സ്ക്രീൻ ആളുകൾ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യണം, ബിസിനസ് അനലിറ്റിക്സ് ചെയ്യണം, അനാലിസിസ് ചെയ്യണം, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, കൊമേഴ്ഷ്യലൈസ് ചെയ്യണം. ഈ ഒരു 7 പോയിന്റ് ഇത് PDF ഉണ്ടാവും. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യൽ ഫസ്റ്റ് പാർട്ടിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ
തോട്ട് വെച്ചിട്ടും ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് ഓണറായിട്ട് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണറായിട്ട് അസ്യൂം ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതിങ്ങനെയല്ലേ, ഇതിങ്ങനെ ആവും. ഇപ്പം എൻ്റെ നിങ്ങളൊരു എക്സാമ്പിൾ വെക്കുക, റിയൽ ലൈഫിൽ പ്രൊജക്ട്സ് പോലെ കാണാം. നിങ്ങളൊരു ടീഷർട്ട് സെല്ലറാണ്, അപ്പോൾ സെഗ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു ബൈയിങ് പ്രോസസ്സിൽ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്സ് വരിക, ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ PDF ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആദ്യം അതൊന്ന് വായിച്ച് നോക്കി അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്ക് നെക്സ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യാം, ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ അംബ്രാസ്കേറ്റി എന്നുള്ള എൻ്റെ ID നിങ്ങൾ DM ആയിട്ടിടും, അതുപോലെ തന്നെ കമൻറ്റിലിടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, മാർക്കറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് അയച്ചു കൊടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്